കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗ്യാലറിയിൽ വിദേശ കലാകാരിയുടെ ഇൻസ്റ്റലേഷൻ നേരെ ആക്രമണം നടന്നു. നോർവീജിയൻ കലാകാരിയായ ഹനാൻ ബെനാമറിന്റെ സൃഷ്ടികളാണ് നശിപ്പിച്ചത്. സമൂഹ മാധ്യമങ്ങളിൽ ലൈവ് ചെയ്തുകൊണ്ടാണ് ലിനോ കട്ടുകൾ കീറിയെറിഞ്ഞത്. നീ പോയി നിന്റെ അപ്പനെ കഴിക്കും. പഴയ പുരുഷലിംഗം ശുക്ലം പാനകം. ഏഴ് മണിയോടെയാണ് അപ്രതീക്ഷിത സംഭവമുണ്ടാകുന്നത്. ഈ പടിക്കെട്ട് കയറി രണ്ടുപേർ നേരെ ഈ ആർട്ട് ഗാലറിക്കുള്ളിലേക്ക് വരുന്നു. ഇവിടെയാണ് പ്രദർശനം ഉണ്ടായിരുന്നത്. ഈ കാണുന്ന ഷീറ്റുകളാണ് കീറി താഴേക്ക് എറിഞ്ഞത്. അതിന് പ്രധാനമായ കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൽ അസഭ്യ വാക്കുകളാണ് നിറഞ്ഞിരിക്കുന്നതെന്ന ആരോപണമാണ് ഉണ്ടായിരുന്നത്. ഈ പ്രദർശനത്തിനെതിരെ കഴിഞ്ഞ കുറച്ച് ദിവസമായി സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രചാരണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഹോച്ച്മിൻ എന്ന കലാകാരൻ ഇങ്ങോട്ടേക്ക് എത്തുന്നതും അത് ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി ഇതെല്ലാം കീറിയെറിയുകയും ചെയ്യുന്നത്. നോർവേ എന്നുള്ളൊരു ആർട്ടിസ്റ്റാണ്, അവരുടെ പുറത്തുനിന്നുള്ളൊരു ആർട്ടിസ്റ്റാണ്. അവരുടെ വർക്കിനകത്ത് ഉള്ള ചില പ്രത്യേക ഇത് അവർ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്ന ഇത് മലയാളത്തിൽ തെറികളായിട്ടാണ്. അപ്പോൾ അവർ ആ രീതിയിലാണ് അതിനെ ഇത് ചെയ്തത്. പക്ഷേ എക്സിബിറ്റ് ചെയ്യുന്നിടത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു, അതായത് ഇത് കുറച്ച് HOT കണ്ടൻറ്റുള്ള ഇതാണെന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കൊടുത്തിരുന്നു. പ്രതിഷേധിക്കാൻ എല്ലാവർക്കും ഇതുണ്ട്. ഇപ്പോൾ ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിലൊക്കെ ആൾക്കാർ ഇതിനെതിരെ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം നമ്മുടെ ഒരു എന്താ പറയുക, ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു എക്സിബിറ്റ് ചെയ്യുന്നൊരു സ്പേസിൽ വന്നിട്ട് സംഭവിക്കുന്ന സമയത്ത് ഉള്ളൊരു അതിനെ നമ്മൾ അവലോകിക്കുന്നുണ്ട്. കാര്യം വെച്ചാൽ അത് പെട്ടെന്ന് നമ്മുടെ ഒരു ഇതിനകത്ത് എതിരെ നടക്കുന്നൊരു പ്രതിഷേധമായിട്ടാണ് അക്കാദമി അതിനെ കാണുന്നത്. എസ്ട്രേജൻ ജിയോഗ്രാഫീസ് എന്ന ഗ്രൂപ്പ് ഷോയുടെ ഭാഗമായാണ് നോർവീജിയൻ കലാകാരിയുടെ പ്രദർശനവും ഒരുക്കിയിരുന്നത്. വിദേശ എംബസികളുടെ കൂടി സഹകരണത്തോടെയാണ് ലളിതകലാ അക്കാദമി ഒരു മാസം നീണ്ടു നിൽക്കുന്ന പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹനാൻ ബെനാമറിന്റെ സൃഷ്ടികൾ നശിപ്പിച്ചതിനെതിരെ പരാതി നൽകുമെന്നും ലളിതകലാ അക്കാദമി അറിയിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.